ഉസ്താദിനെ എപ്പോ കണ്ടിട്ട് ഓർമ്മ വരും. ആ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ കിതാബ് ഓതി ചോദിച്ചു. അൽഫിയ ഫദ്ലുൽ തഫ്സീർ ഓതിയോ? ആ ഒറ്റ ചോദ്യം. മുല്ലാജാമി ചോദിച്ചു. അല്ലാഹ് അങ്ങനെ കിതാബ് ആദ്യം കേൾക്കുക. ദർസിൽ അവിടെ ഞങ്ങൾ ദർസിലൊന്നും അത് ഓതാറില്ല, ഓതിയിട്ടില്ല. അത് ഓതിയിട്ട് വായോ കൊമ്പോസ്താദ് അവരോട് ഞാന് മുത്താലിമായ കാലത്ത് കൊമ്പോസ്താനെ കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരും. അത് അന്ന് അൻവരിയുടെ പ്രിൻസിപ്പളായിരിക്കുകയാണ് ഉസ്താദ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് പോയിട്ട് ഊതിയിട്ട് താഴ്ചയിലാകണം. അങ്ങനെ പാടിക്കാന്ന് വെച്ചിട്ട് എന്റെ പ്രായത്തിന്റെ പക്വതക്കുറവുകൊണ്ട് ഞാനോട് പറഞ്ഞു, ഉസ്താദ് വാവായതുകൊണ്ട് ഈ അൻവരിയില് കൊമ്പോ ഉസ്താദ് ഉണ്ട്, അവിടെ പോയിട്ട് പറയുന്നു പറഞ്ഞു. അതിന് ശരിയായ പറച്ചിലല്ലാന്ന് പിന്നീട് എനിക്ക് ബോധം വന്നപ്പോൾ മനസ്സിലായി. ഇത് അത്രേ ഉള്ളൂ, ഒരു 20-21 വയസ്സേ ഉള്ളൂ. 23 വയസ്സാകുമ്പോഴത്തേനും ശരത്തൊക്കെ പേടിച്ച് അടിച്ച് പൊളിച്ച് നടക്കണം എന്നുള്ള ഒരു ത്രില്ലുള്ള ഒരു കാലാണ്. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് പോയി. അന്ന് അൻവരിയുടെ പ്രിൻസിപ്പളാ. ഞാനവിടെ ചിലപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഉസ്താദിനത് ഓർമ്മ ഉണ്ടാവില്ല, ഇപ്പോഴൊന്ന് കാലിന് കിടക്കണ പോലെ ഓർമ്മ ഉണ്ട്. ഉസ്താദിനെ എപ്പോ കണ്ടിട്ട് ഓർമ്മ വരും. ആ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ കിതാബ് ഓതി ചോദിച്ചു. അൽഫിയ ഫദ്ലുൽ തഫ്സീർ ഓതിയോ? ആ ഒറ്റ ചോദ്യം. മുല്ലാജാമി ചോദിച്ചു. അല്ലാഹ് അങ്ങനെ കിതാബ് ആദ്യം കേൾക്കുക. ദർസിൽ അവിടെ ഞങ്ങൾ ദർസിലൊന്നും അത് ഓതാറില്ല, ഓതിയിട്ടില്ല. അത് ഓതിയിട്ട് വായോ. അങ്ങനെ അൻവരിയെന്ന് പോയതാ. അല്ലെങ്കിൽ ഞാനൊരു അൻവരിയും കൂടി ആവേണ്ടതായിരുന്നു. അതിന് ഭാഗ്യം കിട്ടാതെ മുല്ലാജാമി കൊണ്ടുപോയത്. പിന്നെ എന്തായാലും അത് ഓതാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, അത് ഓതിയിട്ടുള്ള പണിയുള്ളത് ഇത്ര വലിയ കിതാബാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായത് അത് വലിയ സാധനം, അത് ഞാനാണ് ഓതിത്തരാന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കൊപ്പം അബൂബക്കർ മുസ്ലിയാർ പതിനെടുത്ത് ദർസ് നടത്തി ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനായിരുന്നപ്പോ അത്ര വലിയ നമ്മളൊക്കെ കുട്ടിയായി വരുന്ന കാലത്ത് ഉസ്താദ് പ്രിൻസിപ്പളായി ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത വലിയ പണ്ഡിതന്മാരാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ നേതാക്കൾ. ബഹുമാനപ്പെട്ട ഉസ്താദുൽ ഉലമ ഇന്ന് സമസ്തയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും തഴക്കവും പഴക്കവും പ്രായവുമുള്ള വ്യക്തി സുബ്ഹാനല്ലാഹ് അല്ലാഹു തആല നമ്മുടെ നേതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, സാദാത്യങ്ങൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്, അനുയായികൾക്ക് ഒരുപാട് കാലം ഖിദ്മത്തിലായി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ദീനി ഖിദ്മയിലായി കൊടുക്കട്ടെ. ആമീൻ.